പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നുവോ? ശരി, അതൊക്കെ പോട്ടെ. പുറകിലൊരു ഉയരമുള്ള കൊടിമരം കാണുന്നുണ്ടല്ലോ, എന്താണതെന്ന് ചോദിക്കുകയാണോ? ഇത് അറേബ്യൻ നാടുകളിലെ ഒമാൻ എന്ന ദേശമാണ്. ഈ ഒമാൻ എന്ന ദേശത്തിലെ ഒരു വലിയ പട്ടണമാണ് മസ്കറ്റ് എന്ന സ്ഥലം. ആ പട്ടണത്തിലാണ് ഈ ഉയരമുള്ള കൊടിമരം നാട്ടിയിരിക്കുന്നത്. ഇതിൽ ഇവരുടെ ദേശത്തിന്റെ കൊടിയാണ് പറക്കുന്നത്. അറേബ്യൻ നാടുകളിൽ പല രാജ്യങ്ങളുണ്ട് അല്ലേ? അവയിൽ ഇതാണ് ഏറ്റവും ഉയരമുള്ള കൊടിമരം എന്ന് പറയുന്നത്. ഇതിനെ അവരുടെ രാജ്യത്തിന്റെ അഭിമാനമായി കരുതുന്നു. ഓരോ രാജ്യത്തിനും ഓരോ കൊടിയുണ്ടല്ലേ? ആ കൊടിക്ക് നമ്മൾ മര്യാദ കൊടുക്കേണ്ടതാണ്. അവരവരുടെ നാട്ടിലെ കൊടിക്ക് അവരവർ മര്യാദ കൊടുക്കും. അത് രാജ്യത്തിന് അവർ കൊടുക്കുന്ന മര്യാദയാണ്. അതേപോലെ ദൈവം നമുക്ക് വേണ്ടിയും കൊടി ഉയർത്തുമത്രേ. ശത്രു കടലുപോലെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവർക്കെതിരായി കൊടി ഉയർത്തുമത്രേ. എന്തു കൊടിയാണ് ഉയർത്തുക? ഇവരെന്റെ മക്കളാണ്, തുടരുത്, അടുത്ത് വരരുത് പിശാചേ എന്ന് യഹോവ കൊടി ഉയർത്തി നമ്മെ സംരക്ഷിക്കും. പണ്ടുകാലത്തൊക്കെ യുദ്ധത്തിന് പോകുമ്പോൾ കൊടി ഉയർത്തുമായിരുന്നു. കായിക മത്സരത്തിൽ ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് അതാത് നാടിന്റെ കൊടി അഭിമാനത്തോടെ പിടിച്ചുകൊണ്ട് നടക്കും. അവര് വിജയിച്ച ഉടനെ ആ കൊടി അവരെ പുതപ്പിക്കും. ആ കൊടി കാണിച്ചുകൊണ്ടാണ് അവർ അഭിമാനത്തോടെ സന്തോഷിക്കുക. അതേപോലെ നമ്മുടെ മേൽ ദൈവം തന്റെ കൊടി പുതപ്പിച്ച് നമ്മെ സംരക്ഷിക്കുന്നു, നമ്മെ സന്തോഷിപ്പിക്കുന്നു. എത്ര അത്ഭുതവാനായ ദൈവമാണെന്ന് കണ്ടോ? ഇപ്പോൾ ദൈവം തരാൻ പോകുന്ന വാഗ്ദത്തം എന്താണെന്ന് ചിന്തിക്കുകയാണോ? വേദപുസ്തകത്തിൽ സങ്കീർത്തനം 85 അധ്യായം 12 വാക്യത്തിൽ യഹോവ നന്മ നൽകും, നിങ്ങൾക്ക് വാക്ക് തരുന്നു. എന്തോ ഒരു നന്മ പ്രതീക്ഷിച്ചിരിക്കുകയാണോ? തിന്മ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് കരുതുകയാണോ? ഇല്ല, ദൈവം ഒരിക്കലും തിന്മ ചെയ്യുകയില്ല. ദൈവം നന്മ ചെയ്യുന്നവനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം നന്മയ്ക്ക് ഹേതുവായിട്ടുള്ളതാണ്. അവസാനം നന്മയായി ഭവിക്കും. അവൻ നന്മയുള്ളതേ നിങ്ങൾക്ക് തരൂ. അതുകൊണ്ട് തളർന്നു പോകാതെ, യഹോവ എനിക്ക് നന്മയുള്ളത് തരും എന്ന് വാക്ക് തന്നിട്ടില്ലേ? അത് ജോലിക്കാര്യമായാലും വിവാഹകാര്യമായാലും ബിസിനസിന്റെ കാര്യമായാലും അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യമായാലും ഒരു വീടിന്റെ കാര്യമായാലും ശുശ്രൂഷയുടെ കാര്യമായാലും എന്തായാലും യഹോവ എനിക്ക് നല്ലത് മാത്രമേ തരൂ. എനിക്ക് വാക്ക് തന്നിരിക്കുന്നു. യഹോവ നല്ലവനാണ്, എനിക്ക് നല്ലത് ചെയ്തു തരും. എനിക്ക് നല്ലത് തരാൻ യേശു കുരിശിൽ തന്നെത്താൻ ത്യാഗം ചെയ്തുവല്ലോ. പിന്നെങ്ങനെ എനിക്ക് തിന്മ ചെയ്യും? പിശാചാണ് തിന്മ ചെയ്യുന്നവൻ. അവൻ കൊണ്ടുവരുന്ന തിന്മയെ യേശു നന്മയായി മാറ്റും. വിശ്വസിക്കുമോ നിങ്ങൾ? എന്നാൽ പറയൂ, ദൈവമേ, അങ്ങ് എപ്പോഴും എനിക്ക് നന്മയെ ചെയ്യൂ. ഇതിലും നന്മയാണ് വെച്ചിരിക്കുന്നത്. അങ്ങെനിക്ക് നന്മ ചെയ്യുന്നതിനായി സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ